നമസ്കാരം. ഇന്ന് 2024 ഡിസംബർ 7 ശനിയാഴ്ച. എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യത്തെ നിർണായക ധാതുമേഖലയ്ക്ക് ആൽബനി സർക്കാർ $21 മില്യൺ കൂടി പ്രഖ്യാപിക്കും. ഫ്യൂച്ചർ മെയ്ഡ് ഇൻ ഓസ്ട്രേലിയയ്ക്കായി നൂറുകണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. നിർണായക ധാതുക്കൾക്കും അപൂർവ ഭൗമ ഘടകങ്ങൾക്കുമായുള്ള ആഗോള വിതരണ ശൃംഖല വൈവിധ്യവൽക്കരിക്കുന്നതിനൊപ്പം രാജ്യത്തെ പ്രോസസിംഗ് പ്രവർത്തനങ്ങളും അതുവഴി തൊഴിലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇതിനായി 5 പദ്ധതികൾക്ക് ധനസഹായം നൽകിക്കൊണ്ട് 400 തൊഴിലവസരം സൃഷ്ടിക്കുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. വെസ്റ്റേൺ ഓസ്ട്രേലിയയിലും ക്വീൻസ്ലാൻഡിലും 2 പദ്ധതികളാണ് ഇതുവഴി നടപ്പിലാക്കുന്നത്. പരിസ്ഥിതി പ്രവർത്തകൻ ബെൻ പെന്നിങ്സിനെതിരായ ഇന്ത്യൻ ഖനന ഭീമൻ അദാനിയുടെ കേസിന്റെ ചില ഭാഗങ്ങൾ റദ്ദാക്കി ക്വീൻസ്ലാൻഡ് സുപ്രീം കോടതി. അദാനിയുടെ ഖനന കമ്പനിയായ കാർമൈക്കൽ ഖനിക്ക് സേവനങ്ങൾ നൽകുന്നതിനുള്ള കരാറുകളിൽ നിന്ന് ഗ്രേഹൗണ്ട്, ഡൌണർ എന്നീ 2 കമ്പനികൾ പിന്മാറാൻ കാരണമായത് പെന്നിങ്സിന്റെ ആരോപണങ്ങളെ തുടർന്നാണെന്നായിരുന്നു അദാനിയുടെ വാദം. എന്നാൽ കോടതി ഇത് തള്ളിക്കളയുകയായിരുന്നു. വിധിയിൽ തനിക്ക് അതിയായ ആശ്വാസമുണ്ടെന്ന് പെന്നിങ്സ് പറഞ്ഞു. ജസ്റ്റിസ് സൂസൻ ബ്രൗൺ അനുവദിച്ച അവകാശവാദത്തിലെ വകുപ്പുകൾ വീണ്ടും വാദിക്കാൻ അദാനിക്ക് ഫെബ്രുവരി വരെ സമയമുണ്ട്. 2020 പെന്നിങ്ങിനെതിരെ അദാനി പരാതി നൽകിയത്. തെക്കുകിഴക്കൻ ഓസ്ട്രേലിയയിലെ സിനഗോഗിന് തീയിട്ട സംഭവത്തിൽ പ്രതികളെന്ന് സംശയിക്കുന്ന 2 മുഖംമൂടിധാരികൾക്കായുള്ള തെരച്ചിൽ വ്യാപകമാക്കി പോലീസ്. മെൽബണിലെ എഡാസ് ഇസ്രായേൽ സിനഗോഗിൽ വെള്ളിയാഴ്ച പുലർച്ചെ 4 മണിയോടെയാണ് തീപിടുത്തം ഉണ്ടായത്. സിനഗോഗ് പതിവായി രാത്രി പ്രാർത്ഥനകൾ നടത്തുന്നുണ്ടായിരുന്നു. 2 പേർക്ക് സംഭവത്തിൽ പരിക്ക് പറ്റിയിരുന്നു. പ്രതികൾ സിനഗോഗിനുള്ളിലേക്ക് പ്രത്യേക ദ്രാവകം ഒഴിക്കുകയും പിന്നാലെ തീ കൊളുത്തുകയും ആയിരുന്നു. കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ല. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജൂത കേന്ദ്രങ്ങളിൽ ഒന്നിൽ നടന്ന ആക്രമണത്തെ ഗൗരവകരമായാണ് സർക്കാർ കാണുന്നത്. സിഡ്നിയുടെ തെക്കൻ കടൽ തീരത്ത് വീണ്ടും ബ്ലാക്ക് ബോളുകൾ അടിഞ്ഞുകൂടിയ നിലയിൽ കണ്ടെത്തി. ബ്ലാക്ക് ബോളുകളും മറ്റു അവശിഷ്ടങ്ങളുമാണ് കടൽ തീരത്ത് കാണപ്പെട്ടത്. കുർണലിലെ സിൽവർ ബീച്ചിന്റെ കിഴക്കേ അറ്റത്താണ് ബ്ലാക്ക് ബോളുകൾ കരയ്ക്കടിഞ്ഞത്. പൊതുജനങ്ങളാണ് NSW എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസിക്ക് മുന്നറിയിപ്പ് നൽകിയത്. കഴിഞ്ഞ മാസവും സമാനമായ രീതിയിൽ ടാർബോളുകൾ രാജ്യത്തിന്റെ വിവിധ ബീച്ചുകളിലായി കരയ്ക്കടിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരുന്നു. ആശങ്ക നിറച്ച പ്രതിഭാസത്തിന് പിന്നാലെ ഗവേഷകർ നടത്തിയ പഠനത്തിൽ കണ്ടെത്താനായത് ടാർബോളുകൾ കടലിൽ അടിയുന്ന ഇന്ധന അവശിഷ്ടങ്ങളും മറ്റ് ദ്രാവക അവശിഷ്ടങ്ങളും അടിഞ്ഞുകൂടി ഉണ്ടായത് എന്നാണ്. എന്നാൽ ഇത് മനുഷ്യരാശിക്ക് ഭീഷണി ഉയർത്തുന്നവയാണോ എന്ന് കണ്ടെത്താൻ പഠനങ്ങൾ തുടരുകയാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ടാർബോളുകൾ കണ്ടെത്തിയത് ചെറിയ ആശങ്കയ്ക്ക് ഇടയായിട്ടുണ്ട്. പ്രമുഖ മോഡലും ടെലിവിഷൻ താരവുമായ മാഗി ടാബറർ അന്തരിച്ചു. 87 വയസ്സായിരുന്നു. ഓസ്ട്രേലിയയിലെ ആദ്യ സൂപ്പർ മോഡലായി കരിയർ ആരംഭിച്ച മാഗി 14ാമത്തെ വയസ്സിലായിരുന്നു മോഡലിംഗിൽ ചേർന്ന് പ്രശസ്തിയായത്. പിന്നീട് ടെലിവിഷനിലൂടെയും ഫാഷൻ ജേർണലിസത്തിലൂടെയും അവർ പ്രശസ്തി നേടി. 1970-71 കാലഘട്ടത്തിൽ മാഗി ബ്യൂട്ടി ആൻഡ് ദ ബീസ്റ്റ് എന്ന പരിപാടിക്ക് ഗോൾഡൻ ലോജി അവാർഡ് 2 തവണ നേടിയിട്ടുണ്ട്. മാഗി എന്ന പേരിൽ സ്വന്തമായ ഒരു ഷോയും അവർ നടത്തിയിട്ടുണ്ട്. 1980കളിൽ മാഗി ടാബറർ പ്ലസ് സൈസ് വസ്ത്ര ബ്രാൻഡായ മാഗി ടീ ആരംഭിച്ച് ഫാഷൻ മേഖലയിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ദി ഓസ്ട്രേലിയൻ വിമൻസ് വീക്ക്ലി ഫാഷൻ എഡിറ്ററായും അവർ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സിഡ്നി ഹാർബറിൽ 2 ബോട്ടുകൾ കൂട്ടിയിടിച്ച് ഒരാൾ കൊല്ലപ്പെട്ടു. ഇന്നലെ വൈകുന്നേരം 6:30ഓടെയാണ് അപകടമുണ്ടായത്. അപകടമുണ്ടായതിനു ശേഷം മറൈൻ ഏരിയ കമാൻഡും ഉദ്യോഗസ്ഥരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും നെഞ്ചിന് ഗുരുതര പരിക്കേറ്റ മധ്യവയസ്കൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെട്ടിരുന്നു. ബോട്ടുകൾ തമ്മിൽ എങ്ങനെയാണ് കൂട്ടിയിടിച്ചതെന്നും മയക്കുമരുന്ന് ഉപയോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് പറഞ്ഞു. കൂടുതൽ പരിശോധനയ്ക്കായി 2 യാക്റ്റുകളും ഓപ്പറേറ്റർമാരെയും കസ്റ്റഡിയിലെടുത്തതായി പോലീസ് അറിയിച്ചു. അഡ്ലീഡിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ 2ാം ടെസ്റ്റിന്റെ ആദ്യ ദിനം അവസാനിക്കുമ്പോൾ ഓസ്ട്രേലിയ 86-ന് 1 വിക്കറ്റ് എന്ന നിലയിലാണ്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 180 റൺസിന് ഓൾ ഔട്ടായി.
6 വിക്കറ്റുകൾ വീഴ്ത്തിയ ഓസ്ട്രേലിയൻ പേസർ മിച്ചൽ സ്റ്റാർക്കാണ് ഇന്ത്യൻ ബാറ്റിംഗ് നിരയെ തകർത്തത്. ഇന്ത്യക്ക് വേണ്ടി നിതീഷ് റെഡ്ഡിയാണ് ഭേദപ്പെട്ട റൺസ് എടുത്തത്. 54 ബോളിൽ 42 റൺസ് പ്രതീക്ഷിച്ചെടുത്തു. യശസ്വി ജയ്സ്വാൾ, വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ എന്നിവർ കുറഞ്ഞ സ്കോറിൽ തന്നെ പുറത്തായി. ഓസ്ട്രേലിയയുടെ ആദ്യ ഇന്നിംഗ്സിൽ 13 റൺസ് എടുത്ത ഉസ്മാൻ ഖവാജയെ ജസ്പ്രീത് ബുംറ പുറത്താക്കി. 38 റൺസ് എടുത്ത നഥാൻ മക്സ്വീനി, 20 റൺസ് എടുത്ത മാഗ്നസ് ലബുഷെയ്ൻ എന്നിവരാണ് ഓസ്ട്രേലിയൻ ടീമിൽ ഇപ്പോൾ ക്രീസിലുള്ളത്. ആദ്യ ടെസ്റ്റിൽ കളിച്ച ടീമിൽ 3 മാറ്റങ്ങൾ വരുത്തിയാണ് ഇന്ത്യ രണ്ടാം ടെസ്റ്റിന് ഇറങ്ങിയത്. അതിൽ സീനിയർ താരം ആർ അശ്വിന്റെ തിരിച്ചുവരവാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. വാഷിംഗ്ടൺ സുന്ദറിനെ മാറ്റിയാണ് അശ്വിനെ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തിയത്. ഇത് ഇന്നത്തെ കളിയിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് ഇന്ത്യൻ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ജ്ഞാനായ അസോസിയേഷൻ ഓഫ് സൗത്ത് ഓസ്ട്രേലിയയുടെ 16ാമത് വാർഷിക യോഗം നടന്നു. വാർഷിക യോഗത്തിൽ 2025-27 വർഷത്തേക്കുള്ള 9ാമത് ഭരണസമിതി അംഗങ്ങളെ തെരഞ്ഞെടുത്തു. കാസയുടെ പുതിയ പ്രസിഡന്റായി സുനിൽ മുളവേലിപ്പുറത്ത്, സെക്രട്ടറിയായി സ്റ്റീഫൻ ജോസ്, ട്രഷററായി സിജോ മാത്യു എന്നിവരെ തെരഞ്ഞെടുത്തു. അസോസിയേഷന് കീഴിലുള്ള ജ്ഞാനായ വിമൻസ് അസോസിയേഷൻ ഓഫ് സൗത്ത് ഓസ്ട്രേലിയ, ജ്ഞാനായ കാത്തലിക് യൂത്ത് ലീഗ് എന്നീ കമ്മിറ്റികളിലേക്കും തെരഞ്ഞെടുപ്പുകൾ നടന്നു. ജ്ഞാനായ വിമൻസ് അസോസിയേഷന്റെ പ്രസിഡന്റായി ലിൻസി ടോമി, സെക്രട്ടറിയായി ഡാനി ഷിബു എന്നിവരെയും യൂത്ത് ലീഗിന്റെ പ്രസിഡന്റായി നേഹ ബിജു, സെക്രട്ടറിയായി ദിയ സിരീഫ് എന്നിവരെയും തെരഞ്ഞെടുത്തു. 2008 രൂപം കൊണ്ട കാസ അസോസിയേഷനിൽ 70ലേറെ കുടുംബങ്ങളിലായി 300ഓളം അംഗങ്ങൾ ഉണ്ട്. കഴിഞ്ഞ 16 വർഷങ്ങളിലായി അഡ്ലൈഡിലെ വിവിധ കലാകായിക സാംസ്കാരിക വേദികളിൽ കാസ സംഘടനയും അതിലെ ഓരോ അംഗങ്ങളും നിറസാന്നിധ്യം അറിയിച്ചു വരുന്നു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.